ഫറവോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വാക്യം ഞാൻ നിങ്ങളോട് ആദ്യത്തെ ദിവസം ഷെയർ ചെയ്യുവാനായിട്ടിടയായി. ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കാര്യം നമ്മുടെ കർത്താവ് സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണ്. അപ്പോൾ ഈ സ്ഥിതി മാറുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ദൈവസഭ ഈ പുതിയ മാസത്തിൽ ഒരു സന്തോഷത്തിൻ്റെ മാസമാക്കി ദൈവം മാറ്റുക. ഹല്ലേലൂയ. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിക്കോട്ടെ, പക്ഷേ ഈ മാസം ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്, ചില സന്തോഷത്തിൻ്റെ വാർത്തകൾ, സാക്ഷ്യങ്ങളൊക്കെ ഈ ആഴ്ച, ഈ മാസങ്ങൾ ദൈവം നമ്മളെ കേൾപ്പിക്കും. അതിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയായിട്ട് അത് സീരിയസ് ആയിട്ട് ഈ ദൈവവചനം അങ്ങ് എടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ ഏതൊക്കെ വിഷയത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദൈവിക ദൂതായി ഈ മാസം ഒരു വിടുതലിൻ്റെ മാസമാണ്. ഹല്ലേലൂയ. ഉപവാസത്തിലാണല്ലോ ദൈവസഭ ഭൂരിഭാഗം പേരും. ആ പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിനകത്തോട്ട് ഓടി വന്ന ഒരു കാര്യം, ഞങ്ങളിങ്ങനെ സൗദി അറേബ്യയിൽ ചർച്ചിൻ്റെ ഉപവാസം നടക്കുന്ന അതിൻ്റെ അവസാന ദിവസം എല്ലാവരെയും കൊണ്ടും സാക്ഷ്യം പറയിക്കുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ കാര്യം ടൈം ഒരു അത്രയ്ക്ക് വലിയ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ ചാടി എണീറ്റ് സാക്ഷ്യം പറഞ്ഞു. എന്താണ് അച്ഛൻ സാക്ഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഇപ്പോഴൊന്നും ആരും ഉപവസിക്കുന്നില്ല ഉപവാസ പ്രാർത്ഥനയിൽ. അതുകൊണ്ട് പഴയ ഒരു സന്തോഷവും ആരാധനയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന മിക്കവാറും എല്ലാവരും ഉപവാസത്തിലായിരുന്നു, അവരെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നതും ഉണ്ടായിരുന്നു. പക്ഷേ ഈ അച്ഛൻ ഇപ്പം കുറേ നാളായിട്ട് ഉപവസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ബാക്കി ആരും ഉപവസിക്കുന്നില്ലെന്ന്, ബാക്കി ആരും പ്രാർത്ഥിക്കുന്നില്ലെന്ന് അച്ഛൻ്റെ വിചാരം. അപ്പം പലപ്പോഴും നമുക്കും ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ, നമ്മൾ വിചാരിക്കുന്നത് എന്താ, പോയെന്നാണ്, എല്ലാവരുടെയും ആത്മീയം പോയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളാണ് ഉപവസിക്കാത്തത്, നമ്മളാണ് ആ പ്രസൻസിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നുള്ള ഒരു കാര്യം പലപ്പോഴും വ്യക്തിപരമായി നമുക്ക് മനസ്സിലാകാറില്ല. ഹല്ലേലൂയ. ദൈവസഭയിൽ പ്രാർത്ഥന വർദ്ധിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എടാ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, നിങ്ങളും പ്രാർത്ഥിക്കണം. പക്ഷേ എനിക്കൊരു ഫീലിങ് പ്രാർത്ഥന വർദ്ധിച്ചെന്ന്. ഹല്ലേലൂയ. അതിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഇപ്പോഴും വഴക്ക് പറഞ്ഞ് തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ചതാണ്, എന്നിട്ടും സന്തോഷമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ഈ ദിവസങ്ങളിൽ ദൈവം മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇംഗ്ലീഷ് വർഷിപ്പിലൂടെ കേട്ട ആ നല്ല വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് അദാമിൻ്റെ ദാസൻ ആ പഴയ നിയമത്തിൻ്റെ വചനമൊക്കെ എടുത്തപ്പോൾ ഞാൻ ആകെപ്പാടെ കുഴഞ്ഞുപോയി. ഇതെവിടാ പോകുന്നതെന്ന് വിചാരിച്ചിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നത്. എന്നാലും ദൈവം ഇതെല്ലാം കണക്ട് ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചില എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞാൽ അത് നാം എടുക്കുമ്പോൾ അതിനകത്ത് വലിയ വിടുതലുകളുണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്താൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം സ്ഥിതി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മളിൽ ദൈവം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്ഥിതി മാറണമെങ്കിൽ നമ്മൾ മാറണം. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഈ ഷോർട്ട് കട്ടിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമുക്കുള്ള ഈ മാറ്റത്തിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ നമ്മുടെ സ്ഥിതി മാറണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. We want our situations to change, but we don't want ourselves to change. Praise God. പക്ഷേ നമ്മുടെ സ്ഥിതി മാറണമെങ്കിൽ ദൈവത്തിന് ആദ്യം നമ്മളെ മാറ്റണം. But if our situations have to change, God has to change us first. നമ്മുടെ സ്ഥിതി മാറ്റണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സമയം ദൈവം മാറ്റും. If our situation has to change, God will change the time of our prayer. നമ്മുടെ പ്രയോറിറ്റീസ് ദൈവം മാറ്റും. He will change our priorities. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥിതിയെ ദൈവം മാറ്റുന്നത്. After that only He will change our situation. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that?
എന്നോട് ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മിഡിൽ ഈസ്റ്റിലായിരുന്നപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, എല്ലാ ദിവസവും നീ 5 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കണം. One time the Spirit of God spoke to me that you should pray every time in 5. ഹല്ലേലൂയ. ഈ 5 o'clock പ്രെയർ ആരംഭിച്ചു. So I began this 5 o'clock prayer. അപ്പോൾ സ്ഥിതികൾ മാറുവാനായിട്ട് തുടങ്ങി. The situations began to change. ആത്മീകമായിട്ടുള്ള സ്ഥിതികൾ മാറുവാനായിട്ട് തുടങ്ങി. The spiritual situations. സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള സ്ഥിതികൾ മാറുവാനായിട്ട് The physical തുടങ്ങി. situations began to change. നമുക്കൊരു മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥിതി മാറത്തുള്ളൂ. Only after change in our own lives the situation. അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പിറുപിറുത്തോണ്ടിരിക്കും. Otherwise we'll just be grumbling. നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും, എടാ ഇതൊന്നും നന്നാവത്തില്ലല്ലോ. That nothing will change. പ്രൈസ് ഗോഡ്. നമ്മൾ പലപ്പോഴും ഇവിടെ വരുമ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഒരാരാധനയില്ല, ആകെ ഉണങ്ങി വരണ്ടിരിക്കുക. That we came here and we complained that there is no worship here, it's all dry. നമ്മൾ എന്തോ ഈ ചെയ്തത്, ഉണക്കി വരൾച്ചയൊക്കെ മാറാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്തു. But what are we doing to change the dryness? കാര്യം നമ്മൾ ഇവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. We are also moving along with the pattern. നമുക്ക് സമയമില്ലല്ലോ. We don't have time. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലല്ലോ. We don't have time to pray. നമുക്ക് ഉപവസിക്കാൻ We സമയമില്ലല്ലോ. don't have time to fast. നമ്മൾ ഈ സമയം മാറ്റി വെക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവൻച്വലി അത് തന്നെയായി മാറും. When we don't set apart time, we also become like that. പിന്നെ ഇല്ല, അച്ഛൻ പറഞ്ഞതുപോലെ എന്നും അവിടെ നിന്ന് പറയാം, ഓ പണ്ടൊക്കെ എന്തോ ഒരു ആരാധനയായിരുന്നു. Then like that man, we will just reminisce about the old times. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വാസ്തവമായും പ്രിപ്പയർ ആയിട്ട് വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു തന്നെ If you come here prepared, you will experience the presence of God. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. It depends on us. പ്രൈസ് ഗോഡ്. കടന്നു വരാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ അതിൻ്റെ 26 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. John chapter 6 verse 26 onwards. പ്രൈസ് ദി ലോർഡ്. 28-ാമത്തെ വാക്യം കൂടെ. പ്രൈസ് ഗോഡ്. ഇവിടെ യേശു ഒരു കൂട്ടരോട് പറയുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശു തിബരിയാസ് എന്ന ഗലീല കടലിൽ അക്കരയ്ക്ക് പോയി. അപ്പോൾ അവിടെ രോഗികളിൽ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഒരുപാട് വലിയൊരു കൂട്ടം യേശുവിനെ അനുഗമിക്കുവാനായിട്ടിടയായി. So the context of this chapter is that in the beginning he went across the shore and he began to heal many people and they began to follow him. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കടന്നു വന്ന് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് വിശക്കുന്നു എന്നും ഒക്കെ അറിഞ്ഞ്, നമുക്കറിയാം ആ ഭാഗമൊക്കെ നമുക്ക് വായിച്ചാൽ നമുക്കറിയാം, യേശു 5000 പേരെ അപ്പം കൊണ്ട് പോഷിപ്പിക്കുന്നതൊക്കെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. And after this people became hungry, Jesus fed them, these 5,000 people. അപ്പോൾ ഇവിടെ യേശു പറയാണ് ഇവർ അപ്പം തിന്നതുകൊണ്ടാണ് ഇവർ വരുന്നതെന്ന്. And here Jesus is telling that you follow me because you were filled with the loaves. സത്യത്തിൽ അവിടുത്തെ ഒരു ദൂതുണ്ട്, ഇവർ അപ്പം തിന്നതുകൊണ്ടൊന്നും അല്ല, ഇവർ വിടുതൽ കണ്ടുകൊണ്ട് വന്നതാ. They came here because they saw that deliverance in their life. ഹല്ലേലൂയ. ഇവർ ദൈവവചനം കേൾക്കാനായിട്ട് വന്നതാ. They came here to hear the word of God. അപ്പോൾ യേശു പറയാണ് ഇവർ അപ്പം തിന്നുകൊണ്ടാണ് വരുന്നതെന്ന്. But Jesus tells that you came here because of the bread. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇവർ ആദ്യം വന്നത് ദൈവവചനത്തിന് വേണ്ടിയിട്ടാണ്. The first thing is that they came for the word of God. അപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അപ്പം കിട്ടി. And after hearing the word of God, they received the bread. പിന്നെ ഇവർ ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? But after that, they followed for the bread. ദൈവവചനത്തിന് വേണ്ടിയിട്ടല്ല, അപ്പത്തിന് വേണ്ടിയിട്ടാണ്. They followed for the bread, not the word. നമ്മുടെ ഏതാണ്ട് പെന്തക്കോസ്റ്റൽ ചർച്ച ഏതാണ്ട് ആ വഴിയായി. The Pentecostal church is just like that. നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ടൊക്കെ തുടങ്ങിയപ്പോൾ When we began to worship God, നമ്മുടെ സ്ഥിതി മാറാനായിട്ട് തുടങ്ങി. the situations began to change. നമുക്ക് ഒരുപാട് പേര് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് തുടങ്ങി. And we became blessed. പിന്നെ നമ്മുടെ മോട്ടോ ഇപ്പോൾ എന്തോ ആയി മാറി? Then our motto became നമ്മുടെ ആരാധന മുഴുവനും അനുഗ്രഹമായി മാറി. that our worship became for blessing. അപ്പോൾ യേശു അവരോട് പറയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത് ഈ അപ്പം തിന്നതുകൊണ്ടാണ്. But Jesus tells them that you follow me because you were filled with the bread. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് തന്നെ പ്രവർത്തിപ്പീൻ. Do not labor for the food which perishes, but the food which endures to everlasting life. പ്രൈസ് ഗോഡ്. ഇവിടെ യേശു ഈ 5000 പോഷിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ അന്വേഷിച്ച്
അവിടെ കുറേ ആൾക്കാർ വന്നു, ഇവിടുത്തെ കുറേ ലീഡേഴ്സ് എല്ലാം കൂടെ യേശുവിൻ്റെ പുറകിൽ യേശുവിനെ അന്വേഷിച്ച് വന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ യേശുവിനെ രാജാവാക്കാൻ വേണ്ടിയിട്ട്. After Jesus fed them, this crowd of people came here to make Jesus the king. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് നല്ല പുള്ളിയാണ്, നല്ല പ്രസംഗമുണ്ട്, നല്ല ജ്ഞാനമുണ്ട്, അതുമാത്രമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദന്മാരുടെ അന്നത്തെ അവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു അൺസർട്ടനിറ്റി ആയിരുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ അടിയിൽ നിൽക്കുന്നു, അവർക്കൊരു ലീഡറില്ല. അങ്ങനെയൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് യേശുവിലൂടെ നടന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തിരുവചനവും ഒക്കെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് പുള്ളി. The people at that time were under the oppression of the Roman rule. So when they saw Jesus, they saw all the qualifications for a leader after seeing all the signs and wonders. So they decided for him. അങ്ങനെ യേശുവിനെ രാജാവാക്കാനായിട്ട് ഇവർ വരികയാണ്. So they came to make Jesus the king. അപ്പോൾ യേശുവിനെ രാജാവാക്കാനായിട്ട് വരുമ്പോൾ ആ വരുന്ന ആൾക്കാരോടാണ് യേശു ഇത് പറയുന്നത്. So for the people coming to make him the king, Jesus is telling this. നമ്മളായിരുന്നെങ്കിൽ എന്താ പറഞ്ഞേനെ? What will we say if it was us? ഇപ്പോഴെങ്കിലും നിനക്കൊക്കെ ബോധം ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നത്. At least you had sense now. എത്രയോ നാൾ ഞാൻ പ്രസംഗിച്ചിട്ടും നിനക്കിതൊന്നും മനസ്സിലായില്ല, ഇപ്പോഴെങ്കിലും സ്തോത്രം, നിങ്ങളുടെയൊക്കെ കണ്ണ് തുറന്നല്ലോ എന്ന് പറഞ്ഞേനെ. Finally your eyes are open. പ്രൈസ് ഗോഡ്. എന്നാൽ യേശുവിൻ്റെ ഉത്തരം കേട്ട് ഇവരെല്ലാവരും വെറുത്തുപോയി. But they all hated him after what they heard Jesus say. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗം ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ സമാധാനം തരുന്ന സുഖിപ്പിക്കുന്ന ഒരു മെസ്സേജ് അല്ലായിരുന്നു. It was not a message of comfort. കാര്യം യേശുവിൻ്റെ മെസ്സേജ് വളരെ ക്ലിയർ ആയിരുന്നു. The message was very clear. കാര്യം യേശു എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യം യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. It's because Jesus knew what he came here for. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെ സുഖിപ്പിച്ചേ ഒന്നുമില്ല, അവരോട് പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അവരോട് ദൈവം ആ മെസ്സേജ് പാസ് ചെയ്യുവാനായിട്ടിടയായി. So he didn't have to please them, but he said a clear message for them. അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് തന്നെ പ്രവർത്തിപ്പീൻ. He said to them, do not labor for the food which perishes, but for the food which endures to eternal life. അത് പിതാവായ ദൈവം അത് മുദ്രയിട്ടിരിക്കുന്നു, മനുഷ്യപുത്രൻ അത് നിങ്ങൾക്ക് തരും. Which the Son of Man will give you, because God the Father has set his seal upon him. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഇന്ന് തിരുമേശ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ തിരുവചനം യേശുവാണ് ജീവൻ്റെ അപ്പം. The message of today is that Jesus is the bread of life. അപ്പോൾ ഈ നമ്മളെ തന്നെ ഒന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ എന്തോത്തിൻ്റെ പുറയിലാണ് ഈ ഓടുന്നത്. Let us examine ourselves. What are we running after? നശിച്ചു പോകുന്ന ആഹാരത്തിൻ്റെ പുറയിലാണോ അതോ ഈ നിത്യജീവന് വേണ്ടിയിട്ടാണോ? Is it for the perishing food or for the eternal life? പലപ്പോഴും നമ്മൾ ഈ നിത്യജീവൻ്റെയും ആശ്വാസത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോഴാണ്. Many times we speak about this eternal life only in a house of death. അന്നേരമാണ് നമ്മൾ ഇതൊക്കെ ഓർക്കുന്നത്. That time we remember all these things. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം മറന്നുപോയി. And after 2 weeks we forget it again. പിന്നെ നമ്മളായി ജോലിയായി വീടായി നമ്മൾ അതിൻ്റെ പുറകെ പോകും. Then we spend time after job and all. അപ്പോൾ യേശു പറയാണ് നിങ്ങൾ എന്ത് സീക്ക് ചെയ്യണമെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. But here Jesus is setting clearly what they have to seek after. ഈ പെരിഷബിൾ ആയിട്ടുള്ള ഈ കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തെ നയിക്കേണ്ടത്, പകരം നിത്യജീവന്റെ ഹല്ലേലൂയ അപ്പമായ ആ യേശുവിനെയാണ് നീ ഫോളോ ചെയ്യേണ്ടത്. That you should not be led after this perishing food, but after Jesus who is eternal life. ഹല്ലേലൂയ. അതിന്റെ 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പറയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. Jesus tells that you have seen me but you have not yet believed. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ യേശു ഇവിടെ വന്ന് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. Many times we think that if Jesus came here to save everyone. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യേശുവിൻ്റെ മെസ്സേജൊക്കെ വളരെ സിമ്പിളായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും കേട്ടങ്ങ് രക്ഷിക്കപ്പെടാമെന്ന്. That the message of Jesus was very simple, that everyone. ദൈവവചനം നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് അങ്ങനെ അല്ലായിരുന്നു. That when we understand the word of God, it's not like that. ചിലർക്കേ മനസ്സിലായുള്ളൂ. That only some understood. വളരെ ചുരുക്കം പേർക്കേ മനസ്സിലായുള്ളൂ. Only a few understood. ഇന്നും അത് തന്നെയാണ് വിഷയം. And today is the same thing. ഇന്ന് ഭൂരിഭാഗം പേരും ഈ ഓട്ടത്തിനനുസരിച്ച് വെള്ളത്തിന് അനുസരിച്ച് അങ്ങ് പോവുകയാണ്. The majority of people are going across the flow of the world. റിയൽ ആയിട്ട് നമുക്ക് ആ ദൈവത്തിന്റെ ആ സെൻസ് മനസ്സിലാകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. It is a question to ask ourselves if we understand. അവർ പറയാണ് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. That after you have seen me you still do not believe. Praise the Lord. Hallelujah.
നിങ്ങളെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. But I said to you that you have seen me and yet do not believe. എന്നിട്ട് അതിൻ്റെ 37-ാമത്തെ വാക്യം പറയാണ്, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. All that the Father gives me will come to me, and the one who comes to me I will by no means cast out. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ ഓരോരുത്തരെയും പിതാവ് കണ്ടതാ. So all of us sitting here, the Father has seen us. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇറ്റേണൽ പർപ്പസ് നമ്മുടെ അകത്തുണ്ടായിരുന്നു. So there is an eternal purpose of God in us. എല്ലാവരും അതിനകത്തോട്ട് വരത്തില്ല, പിതാവ് കണ്ടവർക്ക് മാത്രമേ ഇത് വെളിപ്പെട്ട് വരത്തുള്ളൂ. Not everyone will come, but only whom the Father has seen. ഹല്ലേലൂയ. ഞാനൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, യേശുവിനെ ഇവർ പിടിച്ച് രാജാവാക്കി, യേശു ഇവരുടെ രാജാവായെന്ന് വെച്ചോ. എന്നിട്ട് ഈ രാജാവായി കഴിഞ്ഞിട്ട് യേശുവിന് ഇവരോട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? അപ്പോൾ രാജാവ് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുമല്ലോ. Suppose that Jesus became the king, then wouldn't the people listen to him because he is the king? പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സുവിശേഷം അങ്ങനെയല്ലായിരുന്നു. But his gospel was not like that. യേശു ഒരു ഗ്രൂപ്പിൻ്റെ രാജാവാകാൻ പോയ കർത്താവല്ല. He didn't came to become a king of the group. അവൻ്റെ വചനം അവൻ വ്യക്തമായി പ്രസംഗിച്ചു. ചുരുക്കം പേര് യേശുവിനെ അനുഗമിക്കുവാനായിട്ടിടയായി. Only a few people would follow him. എന്നാൽ വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഈ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ക്രൗഡുണ്ട്. Just like a big crowd, just like how in അത്ഭുതം നടക്കുമ്പോൾ വലിയ ക്രൗഡുണ്ട്. there's a big crowd for the signs. പക്ഷേ ഈ ക്രൗഡ് ഒന്നും സ്വർഗത്തിൽ ചെല്ലത്തില്ല. But this crowd won't reach heaven. സ്വർഗത്തിൽ ചെല്ലുന്നത് നാരോ വേയിലൂടെ പോകുന്ന ആ വ്യക്തികൾ മാത്രമേ സ്വർഗത്തിൽ ചെല്ലത്തുള്ളൂ. Only those who go through the narrow way will reach heaven. നമ്മൾ ഇറ്റേണിറ്റി പ്രസംഗിക്കുമ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. We have to understand this clearly. വലിയ ഗ്രൂപ്പ് പോകത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാരോ ഈസ് ദ വേ എന്ന എൻ്റെ ഹല്ലേലൂയ ആ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, അത് ഞെരുക്കവും ഇടുക്കവും ഉള്ളതെന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. The road to heaven is a narrow way. അത് ഹോപ്പ്ലെസ് ആണെന്നല്ല പറയുന്നത്, അതിനകത്തൂടെ ചുരുക്കം ആൾക്കാർ മാത്രമേ കയറത്തുള്ളൂ. It is not hopeless, but only a few people will enter through that. വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിനകത്തൂടെ കയറത്തുള്ളൂ. Only those who are serious will enter that. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കേട്ട മെസ്സേജിനോട് ചേർന്ന് ചിന്തിച്ചാൽ എല്ലാവരും അതിനകത്തോട്ട് വരത്തില്ല. ഇത് സീരിയസ് ആയിട്ട് സീക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. Only if you seriously seek it, you'll be able to go forward with that. ഇന്ന് ദൈവസഭയോട് എൻ്റെ ചോദ്യം, നാം റിയലായിട്ട് സീക്ക് ചെയ്യുന്നവരാണോ, അതോ നാം ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനികൾ മാത്രമാണോ? Are we really seeking this, or are we just Sunday Christians? നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടാണോ, അതോ എനിക്ക് വേണ്ടി ഒരു നിത്യജീവനുണ്ട്, ആ നിത്യജീവനെ അവകാശമാക്കുവാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടെയാണോ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്? We came here for the perishing food or for the desire for eternal life. കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. The Lord says that whoever comes to me I will by no means cast out. ചർച്ചിൽ വരുന്നവരെ നല്ല പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുന്നവരെ, ദൈവവുമായിട്ട് പേഴ്സണൽ ഒരു ബന്ധത്തിൽ അടുത്ത് വരുന്നവരെ പറയുകയാണ്, ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. It doesn't say coming to church, but those who come personally to me. ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാം, ഭൂരിഭാഗം ചർച്ചിൽ വരുന്നവർ ആൾക്കാരും സ്വർഗത്തിൽ കാണത്തില്ല. The majority of church goers will not be in heaven. കാര്യം ചർച്ചല്ല ദൈവത്തിന്റെ വാതിൽ. ദൈവത്തിന്റെ വാതിൽ അവൻ യേശുവാണ്. യേശുവിലൂടെ കടക്കാതെ നീ സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിക്കണ്ട. Because Jesus is the door to heaven, and without going through him you will not enter there. ഇവിടെ പറയുന്നു, എന്നിലൂടെ കടക്കുന്നവൻ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയത്തില്ല. That's why he says those who come to me I will by no means cast out. നമുക്ക് യേശുവിനെ വ്യക്തമായിട്ട് അറിയാമോ? Do we know Jesus? ഹല്ലേലൂയ. യേശുവിനെ നാം പേഴ്സണലായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? യേശുവായിട്ട് പേഴ്സണലായിട്ട് നമുക്കൊരു ബന്ധമുണ്ടോ? Do we have a personal fellowship with him? ഇന്ന് കർത്തൃമേശർ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാം. Let's examine ourselves before the Lord. നാം ഉപവാസ പ്രാർത്ഥനയിലാണല്ലോ, നാം ഉപവാസത്തിലാണല്ലോ. ഇതൊക്കെയാണ് ബെസ്റ്റ് ടൈം നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരുവാൻ. This time of fasting is the best time to understand. നമ്മളൊരു പക്ഷേ പാസ്റ്ററായിരിക്കാം, ലീഡറായിരിക്കാം, വർഷിപ്പ് ലീഡറായിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷേ നമുക്ക് ദൈവവുമായിട്ട് പേഴ്സണലായിട്ട് ഒരു ബന്ധമുണ്ടോ? We may be a minister in the Lord's kingdom, but നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ, ഹല്ലേലൂയ, ഞാൻ യേശുവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്? Are we able to say that I'm in Christ? തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പോലെ, ക്രിസ്തുവിലായാൽ ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേൽക്കും. That they will rise again if they are in Christ. ക്രിസ്തുവിൽ മരിച്ചവർ, that those who died in Christ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ മരിച്ചാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. there is a hope if we die in Christ. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിൽ മരിച്ചാൽ നമുക്കൊരു പ്രത്യാശയുമില്ല. ഈ ലോകത്തിലുള്ളത് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൽ മരിച്ചാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. There is only a hope if we die in Christ. ഹല്ലേലൂയ. അതിൻ്റെ 41-ാമത്തെ വാക്യം, 40-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അപ്പോൾ പിതാവിന് വലിയൊരു ഇഷ്ടമുണ്ട്.
പിതാവിന് വലിയൊരു ഡിസയറുണ്ട്. എന്താണ് പിതാവിൻ്റെ ഡിസയർ എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം എന്തോ ആകണമെന്നുള്ളതാണ്. എന്താ നമുക്കെല്ലാം നിത്യജീവൻ ഉണ്ടാകണം. So the Father has a will that we should all have eternal life. നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? പുത്രനെ നോക്കണം. ഹല്ലേലൂയ. പുത്രനെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ഉണ്ടാകത്തുള്ളൂ. Only if we believe in the Son we will have everlasting life. എന്നിട്ട് അവനെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. And I will raise him up at the last day. ഹല്ലേലൂയ. 41-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാവാക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. രാജാവാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. They came there to make him the king. കോൺട്രാക്റ്റും ഒക്കെ എഴുതി കൊല്ലം ഒപ്പിട്ടിട്ട് ഇനി യേശുവിൻ്റെ ഒപ്പൂടെ മേടിച്ചാൽ പുള്ളിയെ രാജാവാക്കിയാനെ. They came here with the contract to get his signature. അപ്പോഴാണ് യേശുവിൻ്റെ ഒരു പ്രസംഗം. That's when Jesus preached this. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവാക്കാൻ വന്നവരെല്ലാം പിറുപിറുക്കാൻ തുടങ്ങി. And all those people began to grumble. ഹല്ലേലൂയ. ഇതാണ് ഈ യഥാർത്ഥ ദൈവവചനം പ്രസംഗിച്ചാലുള്ള ഒരു പ്രശ്നം. That is what happens if we truly preach the word. ആൾക്കാരൊക്കെ പിറുപിറുക്കും. The people will complain. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് വിട്ടാൽ ഒരു പിറുപിറുപ്പും ഉണ്ടാകത്തില്ല. If you bless everyone, there will be no complaining. അവരൊക്കെ പറയുന്നതിനനുസരിച്ച് അങ്ങ് പോയാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. If you please them, there will be no problem. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസം. Then only there is a comfort for us. ആരെങ്കിലുമൊക്കെ പിറുപിറുത്താലും കുഴപ്പമില്ല. യേശുവിന് വരെ പിറുപിറുപ്പുണ്ടായി, പിന്നെ നമ്മുടെ കാര്യം പറയണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറയും, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. I am the bread of life. പ്രൈസ് ഗോഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരങ്ങ് മാറി. The people began to change after that. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് വരാം. I am coming to the message. ഒരുപാട് വലിയൊരു ഗ്രൂപ്പിനെ നമ്മൾ കാണും. There may be a big group there. 5000 പേര് ഫുഡ് കഴിച്ചിട്ട് പോയതാ. 5,000 people had their food there. ഹല്ലേലൂയ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ വലിയ അത്ഭുതങ്ങളും വിടുതലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരുമില്ല, എല്ലാവരും ചെതറിപ്പോകുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ മെസ്സേജിൻ്റെ കട്ടിയായ ഒരു മെസ്സേജ് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഓടിപ്പോയി. This big group, after hearing this hard message, they all began scattering. ആ കട്ടിയായ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവന്റെ അപ്പം. That hard message is, I am the bread of life. Can you come to that commitment? Can you come to that covenant? ഹല്ലേലൂയ. ആ ഉടമ്പടിയിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. It's hard to come to that covenant. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഒരു സ്ട്രീറ്റ് മിനിസ്ട്രിയിൽ ഒരു സ്ത്രീ അടുത്ത് വന്ന് അവരോട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അവർക്ക് അവരുടെ കൂടെ ഉള്ളത് അവരുടെ ഹസ്ബൻഡുമായിട്ടൊക്കെ ഡിവോഴ്സായി അവർ വേറൊരാളോടൊക്കെ താമസിക്കുന്നു. അവർക്ക് പക്ഷേ ദൈവവചനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. I spoke to a woman in street ministry that she knew a lot about the word. അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. She spoke a lot of things. ഒരുപാട് ഡോക്ടറിൻസ് ഒക്കെ അവർക്കറിയാം. She knows a lot of doctrine. പക്ഷേ അവരുടെ പ്രശ്നം, അവരിപ്പം താമസിക്കുന്നത് പാപത്തിലാണെന്നുള്ള കാര്യം അവർക്കറിയാം. But the problem is that they are living in sin. അവർ ഓപ്പണായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. They spoke about that. ഞാൻ അവരോട് ചോദിച്ചു, ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമുക്കിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറോളം സംസാരിക്കാം. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം. ഇന്ന് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നീ റെഡിയാണെങ്കിൽ, നിൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ കടും ചുമപ്പായിരുന്നാലും അതിനെ ദൈവം ഹിമം പോലെ വെളുപ്പിക്കും. I spoke that if you personally believe, accept Jesus as your Savior, all your sins which were like scarlet will be like white as snow. നിന്റെ പഴയ കാലത്തെക്കുറിച്ചൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട, അത് നീ പറഞ്ഞിട്ട് കാര്യവുമില്ല. അതിൻ്റെ എല്ലാം ദൈവം വൈപ്പ് ഔട്ട് ചെയ്ത് കളയും. പക്ഷെ ഒറ്റ ചോദ്യമാണ്, ഇന്ന് നിനക്ക് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ കഴിയുമോ? God will wipe out all those past mistakes, but can you accept Him as your personal Savior? നിന്നെ പ്യുവറാക്കാം. പ്യുവറാസ് എന്താ പറഞ്ഞ സ്നോ പോലെ പ്യുവറാക്കി ദൈവം നിന്നെ മാറ്റും. That God will make you pure as snow. പക്ഷേ ദൈവത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ നീ റെഡിയാണോ? But are you ready to accept Him? നിന്റെ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെക്കുറിച്ച് ഒന്നും ദൈവം ചോദിക്കത്തില്ല. God will not ask you about your past failures. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരിക്കും, അതൊന്നും ഒരു വിഷയമല്ല. It doesn't matter if there were 5 husbands. അവരൊരു നിമിഷം മൗനമായിട്ട് നിന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. She became silent and then she said, it's not possible. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയും. We can speak on a lot of things. ഇറ്റ്സ് എ റിയൽ തിങ്. ആ ഒരു കവനന്റിലേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. But are we able to come into the covenant? ഹല്ലേലൂയ. ആർ യു ഇൻ ദ ഗ്രൂപ്പ് ഓർ കർത്താവിൻ്റെ ആ ഡിസൈപ്പിൾഷിപ്പിലേക്ക്, ഹല്ലേലൂയ, ആ ഗ്രൂപ്പിലുള്ളവരാണോ? Are we part of a big group or we following the Lord Jesus? അവിടെ യേശു പറയാണ്, എനിക്ക് ആരുടെയും രാജാവാകണ്ട. He doesn't want to become a king of ഞാൻ രാജാതി രാജാവാണ്. He is a king of kings. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ.
Are you following me? എനിക്കാരുടെയും പ്രീതി സമ്പാദിക്കണ്ട, I don't want to be pleased by everyone. എനിക്കാരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. I don't need anyone's certification. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ വന്നത്. He came here for us. ഹല്ലേലൂയ. നമ്മളല്ല അവന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. We have to stand for him. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവസന്നിധിയിൽ ആ ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ, If we have that submission before God, ഇന്ന് കർത്താവിന്റെ മേശ നമ്മുടെ മുന്നിലുണ്ട്. the Lord's table is before us. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങളും കൂടെ കർത്താവിന്റെ മേശയെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കവനന്റ് ആണ്. This is a covenant. ഹല്ലേലൂയ. യേശു അവരോട് പറയാണ്, നിങ്ങൾ എന്നെ രാജാവൊന്നും ആക്കണ്ട, പക്ഷേ എൻ്റെ ചോദ്യം ഇന്ന് ഈ കവനന്റിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. Are you ready to come into that covenant? ഹല്ലേലൂയ. ഇത് വളരെ സീരിയസ് ആയ ഒരു കവനന്റ് ആണ്. It's a serious covenant. അത് വരുമ്പോഴാണ് ആൾക്കാരെല്ലാം പിറുപിറുക്കുന്നതും ആൾക്കാരെല്ലാം പുറകോട്ട് പോകുന്നതും. That is the point when people begin to complain. കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം കൊടുക്കുവാൻ നിങ്ങൾ റെഡിയാണോ? Are you ready to give your life to the Lord? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി സ്തോത്രകാഴ്ച കൊടുക്കാൻ നിങ്ങൾ റെഡിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈത്ത് കൊടുക്കാൻ നിങ്ങൾ റെഡിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കുറച്ചൊരു 10 സെന്റ് വസ്തു എഴുതി കൊടുക്കാനായിട്ട് നിങ്ങൾ റെഡിയായിരിക്കാം. പക്ഷെ അതൊന്നും അല്ല കർത്താവിന് വേണ്ടത്. കർത്താവിന് വേണ്ടത് നിങ്ങളെ തന്നെ കൊടുക്കുവാൻ, നിങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ നിങ്ങൾ റെഡിയാണോ? You may be able to give your offering or tithes, but are you ready to give your life to the Lord? ഹല്ലേലൂയ. ആ കവനന്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാർക്ക് കാര്യം മനസ്സിലായി. ഇത് ഈ പറയുന്നത് പോലല്ല, ഇതിന് ഇച്ചിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. ആ വില നമ്മുടെ ജീവിതം മുഴുവനായിട്ട് ദൈവസന്നിധിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. That's when the people understood that you have to give a price for that, and the price is our life to the Lord. അപ്പോൾ ഈ കവനന്റിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിച്ചത്, ഈ കർത്തൃമേശയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ, കർത്താവിൻ്റെ മേശയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ അവർക്കുണ്ടായിരുന്ന ഒരു പെരുന്നാളായിരുന്നു പെസഹ. The Passover festival is happening when Jesus did the supper. ഹല്ലേലൂയ. ഈ പെസഹായോട് ചേർന്നിട്ടാണ് യേശു ഇത് ഇവരോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ നടുവിൽ ഈ കർത്തൃമേശയെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. During this time of Passover, Jesus established the Lord's table. ഹല്ലേലൂയ. അപ്പോൾ അവിടെ യഹൂദന്മാരുടെ പെസഹ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്ന ഇവർക്ക് ചോരത്തളിയും പെസഹയും ആചരിച്ച്, എന്ന് പറഞ്ഞാൽ കട്ടളമേലും കുറുപ്പടിമേലും ആടിൻ്റെ രക്തം തളിച്ച് ഇവർ സംഹാരകനിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ പ്രതീകമായിട്ടാണ് ഇവർ പെസഹ ആചരിക്കുന്നത്. The Passover festival signified their deliverance from the destroyer after they escaped by the blood of the lamb. അപ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. A lamb was slain in that. ആ കുഞ്ഞാടിൻ്റെ രക്തം ഇവരുടെ കട്ടളക്കാലിൻ്റെ മേൽ ഒരു അടയാളമായി ഇരുന്നത് കൊണ്ട് അവിടെ സംഹാരകൻ അവരുടെ ഭവനത്തിൽ കടന്നില്ല. The destroyer didn't come to their house because the blood of the lamb was on their doorpost. എന്നാൽ ഇതില്ലാത്ത ഭവനങ്ങളിലെല്ലാം വലിയ സംഹാരം മിസ്രൈമിൽ നടക്കുവാനായിട്ടിടയായി. But the houses without the blood, the destroyer came. ഇതാണ് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ, അവരുടെ പിൽക്കാലങ്ങളിൽ ഇത് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒരു സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് ഈ പെരുന്നാൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. So as a symbolic representation of that, they used to follow this Passover festival. Praise God. ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമാണ് യേശു അവരോട് പുതിയ ഒരു നിയമം, പുതിയൊരു ഉടമ്പടി, പുതിയൊരു ഹല്ലേലൂയ കാര്യം അവരുടെ നടുവിൽ ചെയ്യുന്നത്. And after that, Jesus did a new covenant before them. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 18-ാമത്തെ വാക്യം വരെ, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ പെസഹായുടെ കാര്യങ്ങളെല്ലാം അവിടെ നിവർത്തിച്ചു. 17-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ അവിടുത്തെ പെസഹായുടെ ആചാരങ്ങൾ, ആ സിസ്റ്റം എല്ലാം അവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. In the verses previously, we see that Jesus completed all that ordinances of the Passover festival. ഹല്ലേലൂയ. പിന്നെ അവൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അവൻ അപ്പമെടുത്ത് നുറുക്കി, ഇത് കർത്തൃമേശയെ കാണിക്കുന്നു, അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. And after that he took bread, gave thanks and broke it and gave it to them, saying, "This is my body which is given for you. Do this in remembrance of me." ഹല്ലേലൂയ. പെസഹായുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ, പെസഹ ഉറപ്പായിട്ടും ഒരു ഇസ്രായേലിയൻ അല്ലെങ്കിൽ ഒരു യഹൂദൻ ആചരിച്ചിരിക്കണം. The significance of the Passover was that a Jewish person has to obey it. പെസഹായുടെ ഒരു രീതി അനുസരിച്ച് ആ ഭവനത്തിൽ ആരാണോ ആ ഗ്രഹനാഥൻ, ആ ഭവനം മുഴുവനും പരിശോധിച്ച ശേഷം തൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ വെച്ച് താൻ ഡിക്ലെയർ ചെയ്യണം, ഈ ഭവനത്തിൽ അശുദ്ധിയില്ല എന്ന്. The head of the house, according to the custom, should declare that there is no impurity in this house for the Passover. ഹല്ലേലൂയ. എന്നാൽ ഈ പെസഹായോട് ചേർന്നിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇവിടെ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. പുതിയൊരു നിയമം ഹല്ലേലൂയ ഈ ശിഷ്യന്മാർക്ക് ദൈവം കൊടുക്കുകയാണ്. Here Jesus is giving a new covenant to the disciples as a transition from that. അതെന്തിനെ ഓർത്തിട്ടാണെന്ന് അറിയാമോ? അന്ന് മിസ്രയീമിൽ അറക്കപ്പെട്ട കുഞ്ഞാടിന് വേണ്ടിയിട്ടല്ല, ഒരു പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു. അതിനെ സിംബോളിക്കലായിട്ടാണ് ഇവിടെ പുതിയൊരു ഉടമ്പടി ദൈവം ഇവിടെ ആരംഭിക്കുന്നത്. This covenant is not for the lamb that was slain in Egypt, but for the lamb that was slain for our sins. ഇത് പാസ്റ്റ് അല്ല, ഫ്യൂച്ചറായിട്ട് നമുക്കും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. This was not only for our past, but for our future. This lamb was slain. അതുകൊണ്ടാണ് അവിടെ യേശു അപ്പം എടുക്കുന്നത്. That's why Jesus took bread there. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവരെപ്പോഴും അപ്പം എടുക്കുമ്പോൾ, അപ്പം നുറുക്കുമ്പോൾ ഒരപ്പം മാറ്റിവെക്കും. In the history of Israel, when they broke bread, they would move one piece away. എന്താണ് ഈ അപ്പം മാറ്റിവെക്കുന്നതിന് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ രക്ഷകനായ മശിഹ എന്നെങ്കിലും വരും, ആ മശിഹായ്ക്ക് വേണ്ടിയിട്ട് ഒരപ്പം മാറ്റിവെക്കും. That for the Messiah they would put away a part of the bread waiting for him. ആ അപ്പമാണ് ഇവിടെ യേശു എടുത്ത് മുറിക്കുന്നത്. And that bread Jesus here is breaking it. ഹല്ലേലൂയ. അവൻ ജീവന്റെ അപ്പം. That he is the bread of life. അവൻ ജീവന്റെ അപ്പം നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടു, നുറുക്കപ്പെട്ടു, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട്. He was a bread that was broken for our sins. ഹല്ലേലൂയ. അത് ശിഷ്യന്മാർക്ക് ഒരു പുതിയ ഉടമ്പടിയാക്കി കൊടുക്കുകയാണ്. And he made it a new covenant for the disciples. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം? എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. Jesus says that you should do this in remembrance of me. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഒരു പുതിയ നിയമം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്ന് വരെ ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ആ നാൾ വരെ, ഇന്നിടം വരെ, ഇന്ന് മണവാട്ടിയാവുന്ന ദൈവസഭ എടുക്കപ്പെട്ട് ഹല്ലേലൂയ സ്വർഗത്തിൽ മണവാളനോടുകൂടെ ആയിരിക്കുന്ന ആ വിവാഹ സദ്യ നടക്കുന്നിടം വരെയും ഹല്ലേലൂയ നമ്മളിത് ഓർമ്മയ്ക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. So until the wedding of the bride church with the Christ, until then we have to do this in remembrance of him. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ഹല്ലേലൂയ ഗോതമ്പ് മണിയാണ്. He was a wheat that was crushed for us. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അപ്പോൾ ഇത് നാം എന്തിനു വേണ്ടിയിട്ട് ഈ കർത്തൃമേശ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. So we do this Lord's table for the remembrance of the Lord. അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വലിയൊരു ബോധ്യം, that to have a conviction that he died for us. ഹല്ലേലൂയ. അത് നമ്മുടെ ബുദ്ധിയിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും വേണം. Not only in our mind but also in our heart. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഹല്ലേലൂയ നമ്മുടെ കോ ബ്രദേഴ്സിനോട്, നമ്മുടെ ചേർന്നുള്ള എന്താ പറയുന്നത്, നമ്മുടെ കൂട്ടുവിശ്വാസികളോടുള്ള നമ്മുടെ ബന്ധത്തിലും
ഇത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. Another thing the Lord's table does is that it establishes our fellowship with our fellow brothers. 1 Corinthians chapter 10 verse 17. ഹല്ലേലൂയ. അപ്പം ഒന്നാകൊണ്ട് നാം പലരായ നാം ഒരു ശരീരമാകുന്നു. For we though many are one bread and of one body. അപ്പോൾ ഈ കർത്തൃമേശയിലേക്ക് നാം കടക്കുന്നതിന് മുമ്പ് നടക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഒരു ഒരുമ ഉണ്ടാകണം. That a unity has to take place before we come to the Lord's table. ഹല്ലേലൂയ. കാര്യം ഇത് പലരാകുന്ന നമ്മെ ഒരുമിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കർത്തൃമേശ നമ്മുടെ മുമ്പിലുള്ളത്. The Lord's table is before us, that though we are many, we should all become one. അതുകൊണ്ടാണ് ഇതിന് വലിയ സീരിയസ്നെസ് ഉള്ളത്. That's why there's a seriousness to this. കാര്യം ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. Because it is the body of Christ. ദൈവസഭ എന്ന് പറഞ്ഞ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. The church is the body of Christ. അതുകൊണ്ടാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന് ചില ഡിസിപ്ലിൻസ് ഒക്കെ ഉള്ളത്. That's why there is a discipline for the body of Christ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ചെയ്യുന്നതിനും ഒക്കെ ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ദൈവവചനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. So there are strict instructions to follow from the word of God. പ്രൈസ് ഗോഡ്. 1 കൊരിന്ത്യർ അതിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം കർത്തൃമേശയോട് അനുബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് 1 കൊരിന്ത്യർ അതിൻ്റെ 11 അധ്യായത്തിൻ്റെ 26 വാക്യം. ഹല്ലേലൂയ. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ നാം പ്രസ്താവിക്കുന്നു. പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡെത്ത്. In the Lord's table we proclaim the Lord's death till he comes. പ്രൈസ് ഗോഡ്. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ് കർത്തൃമേശ. The Lord's table is that which proclaims the Lord's death till he comes. ഇതിനകത്ത് 3 കാര്യങ്ങൾ, ഹോളി കമ്മ്യൂണിയനോട് ചേർന്ന് 3 കാര്യങ്ങൾ 1 കൊരിന്ത്യർ 10 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 അപ്പം, 2 പാനപാത്രം, 3 പലരായ നാം. The 3 things mentioned there are the bread, the cup, and though we are many as one. ഹല്ലേലൂയ. അപ്പോൾ ഈ നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ് ഈ ക്രൂശ്. So the cross unifies all of us. ഹല്ലേലൂയ. പലരായ നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ് ഈ ക്രോസ്. The cross unifies all of us, those who are many. പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു അപ്പം നുറുക്കപ്പെട്ടു, ഇവിടെ ഒരു പാനപാത്രം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരുമിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. Here a bread was broken and a cup was poured out to unity. എന്തോത്തിന് വേണ്ടിയിട്ടാ, എന്തോത്തിനോടാ ഒരുമിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ. It is to unite us to Christ. ഹല്ലേലൂയ. ചുവരുകളൊക്കെ ഇടിച്ചു കളഞ്ഞു. He broke down all the walls. ദേവാലയത്തിന്റെ തിരശീല 2 കീറി. He tore the curtain. എന്തിനാ ഈ തിരശീല 2 കീറിയത്? Why did he tear the curtain of the temple? കാര്യം അവിടെ ഇനി ഒരു സെപ്പറേഷൻ ഇല്ല. കാര്യം ദൈവവുമായിട്ട് നമ്മളെ അങ്ങ് ഒരുമിപ്പിക്കുക. Because we have been united with God and there is no more separation. യെരൂശലേം ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും ദൈവം ഇടിച്ചു കളയുക. And God removed all those ordinances of the holy place. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രീസ്റ്റ് അല്ല ഇത് ചെയ്യുന്നത്, അവരിൽ ഒരുവനാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കർത്തൃമേശയൊക്കെ നടത്തുന്നത് അപ്പോസ്തലന്മാരാണ് നടത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ നടുച്ചുവട് ഇടിഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ അതിനെ ഉടച്ചു കളഞ്ഞു. The priests didn't have to do it, the apostles did it, because the wall of separation was destroyed. Praise God. Hallelujah. ഇവിടെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒന്നുമല്ല, നമ്മളെല്ലാം വിശുദ്ധരാണ്. Here there is no holy place or most holy place. We are all holy. അങ്ങനെയാണ് ദൈവം കാണുന്നത്. That's how God sees us. ചില ശുശ്രൂഷകളൊക്കെ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. God has just imparted some ministries. വിശുദ്ധിയുടെ അളവിന് വ്യത്യാസമൊന്നുമില്ല. There is no change to the level of holiness. ദൈവം കാണുന്നത് ദൈവസഭ എല്ലാം വിശുദ്ധരായിട്ടാണ്. God sees the church as holy. കാര്യം നമ്മുടെ ഒരു ശരീരത്തിന്റെ അവയവത്തിൽ ഏതെങ്കിലും അശുദ്ധമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ ശരീരത്തെ മുഴുവൻ ബാധിക്കും. Because if one organ of our body is impure, then all the body will be impure. അതുകൊണ്ട് പലപ്പോഴെങ്കിലും വിചാരിക്കരുത് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ മാത്രമേ ഉപവസിക്കേണ്ടതുള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിക്കരുത്. So don't think that only the ministers have to fast for. ഓരോരുത്തരും അങ്ങനെ ചെയ്യണം. Everyone has to do that. കാര്യം ശുദ്ധീകരണം ഓരോരുത്തരിലും നടക്കണം. Because the purification
purification has to happen for കാര്യം everyone. ഇതിനെല്ലാം കൂടെ ഒരുമിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കർത്തൃമേശ. Because there's a ministry of unity. നാം കർത്തൃമേശയിലേക്ക് വരുമ്പോൾ യേശുവിന്റെ മരണത്തെ നാം പ്രസ്താവിക്കുന്നു. കഴിയാം ആ മരണത്തിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എല്ലാം അടിസ്ഥാനങ്ങളും ദൈവം ഇളക്കിക്കളഞ്ഞു, എല്ലാ ചുവരുകളും ദൈവം ഉടച്ചു കളഞ്ഞു. In the Holy Communion we proclaim the Lord's death which broke down all the walls of separation. Praise God, hallelujah. ഇപ്പോൾ 3 കാര്യങ്ങളാണ് കർത്തൃമേശയെക്കുറിച്ച് പറഞ്ഞത്. So there are 3 things that speak about the Lord's table. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 41, 42 കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാണ് കർത്തൃമേശയിൽ ഭാഗവാക്കാകേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്കിവിടെ തരുന്നു. Here it gives us a clear instruction of those who should take partake in the Lord's table. ഹല്ലേലൂയ. കർത്തൃമേശയിലേക്ക് ആര് അതിനകത്ത് പാർട്ടേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവിടെ പറയുന്നു. ദൈവസഭയുടെ ഭാഗമായിരിക്കണം അവര്. That they should be part of the Lord's അവർ സ്നാനപ്പെട്ടവരായിരിക്കണം. That they should be baptized. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരായിരിക്കണം. That they should have accepted the Lord as അവർ ഉപദേശം കേൾക്കുന്നവരായിരിക്കണം. That they should hear the teaching. അവർ ദിനംപ്രതി അവരെ തന്നെ ശുദ്ധീകരിക്കുന്നവരായി തീരണം. That they should be people that daily purify themselves. എന്നെങ്കിൽ മാത്രമേ അവരൊരു ബോഡിയുടെ പാർട്ടാകാനായിട്ട് കഴിയത്തുള്ളൂ. Then only they are part of the body. അവർക്കാണ് കർത്തൃമേശയുള്ളത്. And for them it's a Lord table. ആരെയും കർത്തൃമേശയിൽ നിന്ന് വിലക്കുവാൻ ഞങ്ങൾക്ക് അധികാരമില്ല. We don't have the authority to restrain anyone. പക്ഷേ കർത്തൃമേശ വളരെ സീരിയസ് ആയ ഒരു കാര്യമാണെന്ന് 1 കൊരിന്ത്യർ ലേഖനത്തില് അതിന്റെ 11-ാം അധ്യായത്തില് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് അവിടെ വിവരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു 27-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. Therefore, whoever eats his bread or drinks his cup of the Lord in an unworthy manner will be guilty of the body and blood of the Lord. ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്തൃമേശ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടല്ല. So this Lord's table is not for purification. കർത്തൃമേശയിലേക്ക് ഭാഗവാക്കായാൽ ഒരു ശുദ്ധീകരണം നടക്കത്തില്ല. There is no purification that takes place. ശുദ്ധീകരിക്കപ്പെട്ടവരാണ് കർത്തൃമേശയിൽ ഭാഗമാകുന്നത്. Those who are purified take part in the Lord's table. കാര്യം കർത്താവ് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. Because Jesus says, I am the bread of life. ഇതിനകത്ത് ഭക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കവനന്റിലേക്ക് കടന്നു വന്നെങ്കിലേ കഴിയത്തുള്ളൂ. If you want to partake of this, you should have a covenant with the Lord. കവനന്റ് ഇല്ലാത്തവന് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. Those who have no covenant with the Lord cannot partake of this. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ 5000 പേർ അപ്പം തിന്ന് ഭോഷിച്ചിട്ടും അല്ലെങ്കിൽ അപ്പം തിന്നിട്ടും ഇവർക്കൊക്കെ യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവർ സന്തോഷത്തോടുകൂടെ മടങ്ങി. പക്ഷെ അവർക്ക് ആർക്കും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. That is why the 5,000 people followed Jesus, they were not able to walk with him. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു, ഇതിന് ശുദ്ധീകരണം കൂടാതെ ആരും ഇതിനകത്ത് നിന്ന് തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യരുത്. That's why without examining, no one can partake of this. ഹല്ലേലൂയ. അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? 28-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. But let a man examine himself, so let him eat of the bread and drink of the cup. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. For he who eats and drinks in an unworthy manner eats and drinks judgment to himself, not discerning the Lord's body. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. For this reason many are weak and sick among you, and many sleep. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. For if we would judge ourselves, we would not be judged, but when we are judged, we are chastened by the Lord, that we may not be condemned with the world. ഹല്ലേലൂയ. ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. It's a self-explanatory thing. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഇടയാകാം. Let us examine ourselves. ഹല്ലേലൂയ. കർത്താവിന്റെ മേശ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. The Lord's table is a serious thing. കാര്യം യേശു തന്നെ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. But Jesus himself says, I am the bread of life. എന്നെ തിന്നുന്നവൻ, എന്നെ കുടിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ നിത്യജീവനെ അവകാശമാക്കും. Those who eat and drink of me will partake of eternal life. ഹല്ലേലൂയ. ഇത് വളരെ കമ്പൽസറി ആയിട്ട് തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. It's a compulsory thing explained by ലൂക്കോസിന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, നിങ്ങൾ ഇത് ചെയ്യുവീൻ, ഇതിന് ഓപ്ഷണൽ അല്ല. In the Luke's gospel it said clearly that you should do it. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതിൽ ഭാഗമാകുമ്പോൾ, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ശുദ്ധീകരണവും വേണം. But along with that we have to understand that when we partake of this we should have a purification. നമ്മുടെ ഹല്ലേലൂയ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray.